അപ്പോൾ ഗൈസ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ എല്ലാവർക്കും കത്തണമെന്നില്ല, അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത കഥയാണ്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സ്കൂൾ ടൈം തൊട്ടുള്ള, പിന്നെ അവരങ്ങനെ ഇവൻച്വലി നമ്മളങ്ങനെ എന്താ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് വന്നു. അതിൽ ഒരാളായിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു, അവൻ ഇങ്ങനെ ക്ലോസ് ആയിരുന്നു കുറച്ചധികം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈഫിൽ ബിസിയാണ്, കുറച്ചൊക്കെ പണിയുണ്ട്, എല്ലാവർക്കും ഇതെല്ലാം പരിപാടി. അങ്ങനെ എന്തായി കുറച്ച് ഡിസ്റ്റൻസ് വന്നു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അവനെ വിളിക്കുന്നു, കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വിളിക്കുന്നത്, വിളിച്ച് പറഞ്ഞു കല്യാണമാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ അതായത് കല്യാണത്തിൻ്റെ തലേന്നാണ് വിളിക്കുന്നത് തന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓഫീസിൽ ഞെട്ടും, കാരണം നമ്മൾ സ്കൂളിൽ അകന്ന ഫ്രണ്ട്സിനെ പോലും ഒരു മാസം മുന്നേ വിളിച്ച് പറയും അല്ലേ, ഇത് ഒരു ദിവസം മുന്നേ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ചോദിച്ചു അളയെ എന്താ നീ പറയാത്ത, നമ്മൾ ആ ഒരു വൈബ് കീപ്പ് ചെയ്തു, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ മറുപടി ഇതായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടാകും തോന്നിയില്ല, അതായത് എന്നെ നേരത്തെ വിളിക്കണം അല്ലെ അറിയിക്കണം എന്നുള്ള ആവശ്യം ഉണ്ടാകും തോന്നിയില്ല. ഓക്കെ, അവൻ്റെ ഇഷ്ടം ശരിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിനെ മാനിച്ചു. ഒരു സെയിം ഉണ്ട്, ലേറ്റ് ഇൻവൈറ്റ്സ് ആർ നോട്ട് ഇൻവൈറ്റ്സ്, അതായത് വൈകിയുള്ള ക്ഷണമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോയില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സംഭവം ഇതെനിക്ക് വിഷമില്ലാത്ത വേറൊന്നുമല്ല, ഇതേ സമയത്ത് ഇതേ ദിവസം എൻ്റെ വേറൊരു കൂട്ടർ എൻഗേജ്മെൻ്റ് ആയിരുന്നു. എന്നിട്ട് അവൻ എന്നെ ഒരാഴ്ച മുന്നേ വിളിച്ച് പറഞ്ഞെന്ന് പറയും, ഹബീബി എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, നിന്നെ ഫസ്റ്റ് വിളിക്കുന്നത്, നീ വരണം. അപ്പം മനസ്സിലായില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഗ്യാങ്ങിൽ ഈ പഴയ 6 പേര് ഇപ്പോഴും 5-6 പേരെന്തോ ഉണ്ട്, നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇവന്മാർ ബാക്കിയുള്ള ടീംസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ എന്നെയാണ് അവോയ്ഡ് ചെയ്തത്. അപ്പം ഞാനത് ഇത് പോയില്ല, ഒഫീസിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പിലുണ്ട്, ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എന്നെ മെൻഷൻ ചെയ്താണ് മെസ്സേജ് വരുന്നത്. തുറന്നു നോക്കിയപ്പോൾ ഒരു പിക്ചർ കാണുന്നത്. ഇതാണ് ഗ്യാങ്, ആരെയും മോഹം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. ഈ കാണുന്ന ഓരോരുത്തന്മാർക്കും 10-30 വയസ്സുണ്ട്, മനസ്സിലായില്ലേ? എന്നെക്കാളും മൂത്തത് എല്ലാണോ. സമയത്ത് പെണ്ണ് കിട്ടിയെങ്കിൽ ഇവരെ കെട്ടിയപ്പോൾ ഒരു കുട്ടിയായാണ്. ഇപ്പോഴും കുട്ടികൾ മാറിയിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ മെച്യൂറായിട്ട് എടുക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായില്ലേ? അപ്പം വേറൊന്നുമല്ല, എനിക്ക് ഷെയറുകൾ നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന ഫ്രണ്ട്സും തേങ്ങ മങ്ങനൊന്നും ഒന്നുമല്ല, എല്ലാം ഉടായ്പാണ്. അറ്റ് സം പോയിന്റ് തന്നെ സ്വഭാവം കാണിക്കും, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഇവന്മാർക്ക് ഞാനും തമ്മിൽ 10-15 വർഷം പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. മറ്റേ കൂട്ടുകാരൻ 2-3 വർഷത്തെ പഴക്കമേ ഉള്ളൂ. എന്നിട്ട് അവൻ ചെയ്ത രീതിയും ഇവൻ ചെയ്ത രീതിയും കണ്ടല്ലോ അല്ലേ? അപ്പോൾ മിന്നുന്നെല്ലാം പൊന്നല്ല ഗൈസ്. അപ്പോൾ സൂക്ഷിക്കുക ഫ്രണ്ട്സ് സർക്കിൾ ചൂസ് ചെയ്യുമ്പോൾ. എനിക്ക് പറ്റി നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. നിങ്ങൾ ആയിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചിരുന്നു. സംഭവം സിമ്പിളാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും ലൈഫുണ്ട്, നമുക്ക് എല്ലാവർക്കും അണ്ടി കളിച്ചിട്ടുള്ള സമയമില്ല, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് എന്നെപ്പോഴുള്ള ഒരാൾക്ക് ഞാൻ 0 ആണ്. അപ്പോൾ എനിക്കെൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനെ പുറകെ വർക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അല്ലേ? അത് ചെയ്തതിൻ്റെ പേരിലാണ് ഈ അകൽച്ച വന്നതും ഇങ്ങനെ ആയിത്തീർന്നതും. ലോങ് സ്റ്റോറി ഷോർട്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവന്മാർ ഇത് കാണിച്ചത്. അവിടെ എനിക്കൊരു ചുക്കുമില്ല. ആരെ ലോസ് ദെയർ ലോസ്, എനിക്കെന്താ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മറ്റേ ഫ്രണ്ട് എൻഗേജ്മെൻറ്റിന് പോയി അടിച്ച് പൊളിച്ച് ഹാപ്പിയായി തിരിച്ചു വന്നു. അപ്പോൾ വൺസ് അഗെയിൻ ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ മണ്ടന്മാരെ കിട്ടും, ലൈഫ് ഫോളോ ആവും, ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അത്രയും ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.